ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml ഒരു കപ്പിൽ 1 കപ്പ് അവൽ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ള അവലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ചുവന്ന അവലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല നൈസായി തന്നെ പൊടിക്കണം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് ഉടച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് നീളനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഉരുട്ടായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ ഉരുട്ടുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ശരിക്കും ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം നനവ് കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് പൊട്ടി പോവാതെ ഇതേപോലെ ഈ ഒരു കനത്തിലായിട്ട് തന്നെ നമുക്ക് നീളനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു കനത്തിലായിട്ട് നീളനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പൊട്ടിപ്പോവാതെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഒരു നീളത്തിലായി തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ടൊക്കെ വറുത്തെടുക്കാം. പക്ഷെ അങ്ങനെയാകുമ്പോൾ ഉൾഭാഗമൊക്കെ വെന്ത് വരാൻ സമയമെടുക്കും. പിന്നെ കാണാനും കുറച്ചും കൂടി ഭംഗി ഈ ഒരു ഷേപ്പിലാക്കുമ്പോഴാണ്. ഞാനിവിടെ കുറച്ചൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടാവുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായൊക്കെ ഒന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കുന്നുണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ചെറുതായി ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് വിട്ടുകൂടിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് കളറ് കുറച്ചും കൂടി വേണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് നന്നായി കൂട്ടി കൊടുക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറിൽ കിട്ടും. ആ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു കളറാകുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ നല്ല കറുമുറാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം അത് ഉരുട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഉരുട്ടിയെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.